നമസ്കാരം. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വേനൽ ചൂടിലേക്ക് രാജ്യം നീങ്ങുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് ആദ്യവാരം വരെയുള്ള ശരാശരി താപനില 14.48 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു. ഇത് സാധാരണ രേഖപ്പെടുത്താറുള്ള ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഓഗസ്റ്റ് മാസത്തിന്റെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ താപനില സാധാരണ നിലയിലായിരുന്നാൽ പോലും മുൻ വർഷങ്ങളിലെ സർവകാല റെക്കോർഡുകൾ തകർക്കപ്പെടാൻ സാധ്യതയേറെയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്, വെയിൽസ് മേഖലകളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത വരൾച്ചയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. കനത്ത വരൾച്ചയെ തുടർന്ന് പ്രധാന ജലാശയങ്ങളിലെ വെള്ളം വറ്റിയതോടെ അരനൂറ്റാണ്ട് മുൻപ് വെള്ളത്തിനടിയിലായ പ്രശസ്തമായ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തുവന്നത് ജനങ്ങളിൽ വലിയ കൗതുകമുണർത്തി. ഈസ്റ്റ് മിഡ്ലാൻഡ്സിലെ റെഡ്ലാൻഡ് വാട്ടർ റിസർവോയറിലെ ജലനിരപ്പ് വൻതോതിൽ താഴ്ന്നതോടെയാണ് നെതർ ഹാംപിൾട്ടൺ എന്ന പുരാതന ഗ്രാമത്തിന്റെ മതിൽക്കെട്ടുകളും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും വീണ്ടും ദൃശ്യമായത്. 1970കളിൽ യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ കൃത്രിമ തടാകം നിർമ്മിക്കുന്നതിനായാണ് 3000-ലധികം ഏക്കർ വിസ്തൃതിയുള്ള ഈ പ്രദേശം വെള്ളത്തിനടിയിലാക്കിയത്. അന്ന് അവിടെയുണ്ടായിരുന്ന നിവാസികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. 18ാം നൂറ്റാണ്ടിലെ അപൂർവ വീടുകളും ബാർലി, ഗോതമ്പ് കൃഷിയിടങ്ങളും ഉൾപ്പെട്ടിരുന്ന വലിയൊരു പ്രദേശം അന്ന് വൻ തടാകമായി മാറിയിരുന്നു. അതേസമയം വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ മഴ പെയ്യാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. ചില പ്രദേശങ്ങളിൽ തുടർച്ചയായി 2 മാസമായി ഒരു തുള്ളി മഴ പോലും ലഭിച്ചിട്ടില്ല. കഠിനമായ വരൾച്ച കാരണം ബ്രിട്ടനിലെ ഭൂപ്രകൃതി പൂർണ്ണമായും ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം എന്നാണ് പ്രവചനം. ഉഷ്ണതരംഗം കടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആരോഗ്യ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ പ്രധാന മേഖലകളിൽ അതിതീവ്ര ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. കടുത്ത ചൂട് ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കടുത്ത ചൂടിനെ തുടർന്ന് ബ്രിട്ടൻ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ഹെൽത്ത് അലർട്ടുകളും നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കാനും ഉയർന്ന താപനിലയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു. ലണ്ടൻ, മാഞ്ചസ്റ്റർ, കാർഡിഫ് തുടങ്ങിയ നഗരങ്ങളിൽ താപനില അതിവേഗം ഉയരുകയാണ്. രാത്രികാലങ്ങളിലും താപനില 20 ഡിഗ്രിക്ക് മുകളിൽ തുടരുന്ന അപൂർവ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കനത്ത ചൂട് ഗതാഗത സംവിധാനങ്ങളെയും വൈദ്യുതി ബന്ധത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ നദികളിലും തടാകങ്ങളിലും ആളുകൾ ഇറങ്ങുന്നത് അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഇംഗ്ലണ്ടിന്റെ 71% പ്രദേശങ്ങളും രൂക്ഷമായ വരൾച്ചയിലാണ്. വരും ദിവസങ്ങളിൽ ചെറിയ തോതിലുള്ള മഴ ലഭിച്ചേക്കാമെന്ന ആശ്വാസ പ്രവചനമുണ്ടെങ്കിലും ചൂടിന്റെ തീവ്രത ഉടൻ കുറയില്ലെന്നാണ് അന്താരാഷ്ട്ര കാലാവസ്ഥാ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ബ്രിട്ടനിലെ സാഹചര്യം എന്തായാലും അത് ആശങ്കാജനകം തന്നെയാണ്. ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ചൂടാണ് രേഖപ്പെടുത്തുന്നത്. സർവകാല റെക്കോർഡിലേക്കാണ് ചൂട് രേഖപ്പെടുത്തുന്നത്. പല ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരളുന്നതാണ് സാഹചര്യം.